ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 43. നമ്മളിന്ന് നോക്കുന്നത് ഐന്ദ്രപർവ്വതത്തിലെ 6-ാമത്തെ അധ്യായമാണ്. അതിൽ 7-ാമത്തെ ഖണ്ഡമാണ്. ഇതിലും ഇന്ദ്രനെ പറ്റിയാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും യത്നം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്. ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഇൻപുട്ടാണ് കൊടുക്കുക. ഒരു കർമ്മം ചെയ്യാൻ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ടിൻ്റെ വേദത്തിൽ സോമം, ഹവിസ് എന്നെല്ലാം പറയും. അത് കൊടുക്കുന്നത് ഏതിലാണോ അത് പ്രയോഗിക്കുന്ന ആ സ്ഥലം, അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം ചോറ് വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിലാണ് എല്ലാം ഇട്ട് കൊടുക്കുക. കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിലാണ് ഫീഡ് ചെയ്യുക. അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മങ്ങൾ നടക്കുക. ആ സയൻസിനാണ് വേദം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് അങ്ങനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം നടക്കുമ്പോൾ ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി, ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ട്. അതിന് പ്രോസസ്സിംഗ് എന്നെല്ലാം പറയും. ആ പ്രോസസ്സിങ്ങിൻ്റെ പിന്നിൽ സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ്. വേദത്തിൽ അതിനെ ഇന്ദ്രൻ എന്ന് പറയും. അപ്പോൾ ഇന്ദ്രനാണ്, അല്ലെങ്കിൽ സിസ്റ്റമാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ആ പ്രൊഡക്റ്റിനാണ് ഔട്ട്പുട്ട് എന്ന് പറയും. ഇവിടെ അന്നം എന്നെല്ലാം പറയും വേദത്തിൽ. ഇനി നമുക്ക് 409 എന്താണ് പറയുന്നതെന്ന് നോക്കാം. സന്തോഷം നൽകുന്ന മധുരമൂറുന്ന സോമത്തെ പശുക്കൾ കുടിക്കുന്നു. ഇവർ ഇന്ദ്രനോടൊത്ത് ചേർന്ന് കുടിക്കുന്നു. അതോടെ യഥേഷ്ടം ക്ഷീരം ലഭിക്കുന്നു. സന്തോഷം നൽകുന്ന മധുരമൂറുന്ന സോമത്തെ പശുക്കൾ കുടിക്കുന്നു. പശുക്കൾ കുടിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന. ഇപ്പം കുടിക്കുക എന്ന് പറഞ്ഞാൽ പശുക്കൾ കഴിക്കുന്ന, അല്ലെങ്കിൽ കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീര്, ചെടികളിലെ നീര്. നമ്മൾ മരുന്നായിട്ട് എടുക്കുന്ന ചെടികളിലെ നീരാണ്. പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചണ്ടി കളയും. നീരിനെ അല്ലെങ്കിൽ സത്തിനെ ചെടികൾ ഭക്ഷിച്ചിട്ട് പശുക്കൾ എന്ത് ചെയ്യുന്നു? അവർ ഇന്ദ്രനോട് ചേർന്നിട്ട് ആണ് ക്ഷീരം ലഭിക്കുന്നത്. അപ്പോൾ ആ കഴിക്കുന്ന സാധനം ശരീരത്തിൽ പല രാസപ്രവർത്തനങ്ങൾക്കും വിധേയമാകുന്നു. ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തി, ഏത് കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏകോപിപ്പിക്കുന്ന, സയൻസിലൂടെ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതുവഴിയാണ് പശുക്കൾക്ക് യഥേഷ്ടം ക്ഷീരമുണ്ടാകുന്നത്. അപ്പോൾ പശു ഒരു സിസ്റ്റമാണ്. പശു പുല്ല് തിന്നുന്നു. ഇൻപുട്ട് പുല്ലാണ്, ഔട്ട്പുട്ട് പാലാണ്. അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. 410 സ്തോത്രവും സോമവും നാം നൽകുന്നത് ഇന്ദ്രൻ്റെ കേന്ദ്രത്തിലെത്തുന്നു. അപ്പോൾ എല്ലാം കൊടുക്കുന്നത് ആ സിസ്റ്റത്തിലേക്കാണ്. ആ സിസ്റ്റത്തിലുള്ള പ്രോസസ്സറിലാണ്, അല്ലെ അതിലെ അകത്ത് ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ്. അതായത് ഇന്ദ്രനാണ് നമ്മളെല്ലാ സോമങ്ങളും നൽകുന്നത്. അതേസമയം സ്തോത്രവും നൽകണം, സയൻസും നൽകണം. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുകയുള്ളൂ. അതുവഴി അസുരരായ വൃത്രരെ ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിന് എതിരായിട്ടുള്ളൊരു ശക്തി അവിടെ പ്രവർത്തിക്കും. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രജോ ഗുണത്തിന് തമോ ഗുണമുണ്ട്. അത് എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. അപ്പം നമ്മൾ കൊടുത്ത വസ്തുവിനെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ഇന്ദ്രൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ശക്തിക്കാണ് വൃത്രാസുരൻ എന്നെല്ലാം പറയുന്നത്. അപ്പം ആ എതിർക്കുന്ന ശക്തിയെ ഇല്ലാതാക്കിയിട്ട്, ആ അസുരനെ ഇല്ലാതാക്കിയിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിത്തരുന്നത്. അതോടെ ഭൂമണ്ഡലം രക്ഷപ്പെടുന്നു. അതായത് ഭൂമിയിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടാകുന്നു അതിനെല്ലാം തടസ്സം നിൽക്കുന്ന ശക്തിയുമുണ്ട്. അതിനെ മറികടക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രനാണ്
അതിനെയെല്ലാം മറികടത്ത് ലോക പുരോഗതിയിലേക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. പിന്നെ 411 സ്തുതികളിലൂടെ ഇന്ദ്രനെ സമീപിക്കുമ്പോൾ അസുരർ നശിക്കുകയും ദേവതകൾ ശക്തരാകുകയും ചെയ്യുന്നു. അപ്പം ദേവന്മാർ അസുരന്മാർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എല്ലാറ്റിനെയും നമുക്ക് രണ്ടായി തിരിക്കാം. എന്താണോ നമ്മളെ യജ്ഞത്തിന് സഹായിക്കുന്നത് അത് ദേവതകളും, എന്താണോ നമുക്ക് എതിരായി നിൽക്കുന്നത് അത് അസുരരുമാണ്. ചോറുണ്ടാക്കുമ്പോൾ അരി വെള്ളം എല്ലാം ദേവതകളാണ്. അഗ്നി ദേവതയാണ്, ഇന്ദ്രൻ ദേവതയാണ്. അതിനെതിരായിട്ട് ഒരു ശക്തി അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ആ അരി മസിൽ പിടിക്കും, അങ്ങനെ തന്നെ മാറ്റേണ്ടെന്ന് ആദ്യമല്ല, അതിനെതിരായിട്ടാണ് അഗ്നിയെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ അവിടെ എതിർക്കുന്ന ശക്തിക്കാണ് അസുരർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെങ്ങനെയാണ് എതിർക്കുന്നത്? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രമിച്ചിട്ടാണ്. അതുകൂടി ഒരു സയൻസ് ഉണ്ട്. വെള്ളം ചൂടായ വെള്ളത്തിൽ അരി ഇട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെയും ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അരിയിൽ ചില രാസമാറ്റങ്ങൾ വരുത്തിയിട്ടാണ് അരി ചോറായി മാറുന്നത്. ആ സയൻസിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. പോരാട്ടം ചെറുതായാലും വലുതായാലും ഇന്ദ്രനെ അതിനാവുകയുള്ളൂ. ഏത് പ്രവൃത്തിയായാലും, ഏറ്റവും ചെറിയ ഒരു പ്രവൃത്തിയായാലും വലിയ പ്രവൃത്തിയായാലും അവിടെ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അവിടെ ഇന്ദ്രനുണ്ട് അതിനെ സഹായിക്കാൻ, എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് വൃത്രാസുരൻ. ഉദാഹരണമായിട്ട് ഒരു കമ്പ് പൊട്ടിക്കുകയാണെങ്കിൽ പോലും തന്നെ കമ്പ് പൊട്ടിക്കുന്നതിന് കമ്പ് എതിർക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബലം പ്രയോഗിച്ച് പൊട്ടിക്കുന്നത്. ആ ബലം പ്രയോഗിക്കുമ്പോൾ ആ കമ്പിൻ്റെ അകത്ത് ചെറിയ ആറ്റങ്ങൾ തമ്മിലുള്ള വേർപെടൽ നടക്കുന്നത് അതൊരു രാസപ്രവർത്തനമാണ്. ആ ശക്തിയെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അവയെല്ലാം അതിൻ്റെ അകത്ത് വേണ്ട തരത്തിൽ പൊട്ടിച്ചിട്ട് രണ്ടാക്കുന്ന ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതായാലും വലുതായാലും പ്രവർത്തനത്തിൽ ഇന്ദ്രൻ കൂടിയേ തീരും. നമ്മുടെ സ്തുതിയും പ്രാർത്ഥനയും കേട്ട് ഇന്ദ്രൻ നമുക്ക് രക്ഷകരാകുന്നു. അപ്പം നമ്മൾ ശരിയായ ശാസ്ത്രം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വേറൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ അതിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ട് അതിനെ പുതിയ വസ്തു ഒരു മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ അകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കതൊരു പുതിയ വസ്തുവാക്കി തരും. ഇനി 412 വാഹനത്തോടുകൂടി മേഘരൂപനായ ഇന്ദ്രൻ ശത്രുക്കളെ ഓടിച്ച് വൃദ്ധനെ നശിച്ചു. വാഹനത്തോടുകൂടി രൂപമായ ഇന്ദ്രൻ, മേഘരൂപമായ ഇന്ദ്രൻ, മേഘത്തിൽ എന്തുണ്ട്? ഇന്ദ്രൻ ഇരിപ്പുണ്ട്. വാഹന രൂപത്തിലോ ചലിക്കുന്ന തരത്തിലും. എന്തിന്? ഈ മേഘങ്ങളെ കൂടി ചേർത്തിട്ട് മഴയായി പെയ്യിപ്പിക്കാൻ ഇന്ദ്രൻ അവിടെ സന്നിധനാവുന്നുണ്ട്. അപ്പോൾ അനുകൂല സീസൺസ് വരുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? അവിടെ മേഘങ്ങളെ കൂടിച്ചേർത്തിട്ട് മഴയായി പെയ്യിക്കും. ആ മേഘം കൂടിച്ചേരുന്നതിന് എതിരായി നിൽക്കുന്ന ശക്തിയാണ് വൃത്രാസുരൻ. അപ്പം വൃത്രാസുരനെ നശിപ്പിച്ചിട്ട് ഭൂമിയിലും ലോകത്തിലും അങ്ങയുടെ വീരത്വം പ്രകടമാക്കി. അങ്ങനെ ലോകത്തിൽ എവിടെയെല്ലാം മഴ പെയ്യുന്നുണ്ടോ, ലോകം എന്ന് പറയുമ്പോൾ ഭൂമികൾ തന്നെ എത്രയോ ഉണ്ടാകും, അവിടെയെല്ലാം മഴ പെയ്യുന്നുണ്ടാകും. എവിടെയെല്ലാം മഴ പെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഇന്ദ്രൻ അവിടെ വീരത്വം പ്രകടമാക്കുകയാണ്. 413 മുഖാമുഖം വരുന്ന ശത്രുക്കളെ പോരാട്ടത്തിൽ അങ്ങ് നശിപ്പിക്കുമ്പോൾ അങ്ങയുടെ മുന്നിൽ മനുഷ്യർ നമിക്കുന്നു. അപ്പോൾ മനുഷ്യർ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് പല കർമ്മങ്ങളും നടക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു സാമ്പാറെല്ലാം വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെല്ലോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. അതെല്ലാം ഏകോപിപ്പിക്കുന്ന, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുന്ന, സയൻസിൽ നിന്ന് വരുന്ന ഒരു ബലമാണ് ഇന്ദ്രൻ. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻ അതിനെ പുതിയൊരു വസ്തുവാക്കി മാറ്റുമ്പോൾ നമ്മൾ ആ അങ്ങയുടെ മുമ്പിൽ നമിക്കണം എന്ന് പറയുകയാണ്. അല്ലാതെ നമ്മളെല്ലാം ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ട് സാമ്പാറാക്കുന്നു. നമ്മൾ കഷ്ണങ്ങളിലോട്ട് വെള്ളമിട്ടിട്ട് വെറുതെ അങ്ങ് തിളപ്പിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് എത്ര രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അതിനെ ഏകോപിപ്പിക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു, സോഫ്റ്റ് ആക്കുന്നു, അതിനെ വേർപെടുത്തുന്നു, കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയാണ് ഒരു പുതിയ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നത്.
അതെല്ലാം ചെയ്യുന്ന ഇന്ദ്രന് നമുക്കേ പറ്റും. അപ്പോൾ അങ്ങ് വൃത്താസുരനെ നശിപ്പിച്ചിട്ട് ജലത്തെ മോചിപ്പിച്ചു. പല രാസപ്രവർത്തനങ്ങളിലും ജലത്തെ മോചിപ്പിക്കുന്നുണ്ട്. വെള്ളം രാസപ്രവർത്തനത്തിലൂടെ മോചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം പൊട്ടി വരുന്നതാണ്. പല സാധനങ്ങളും ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ വരുന്നതാണ്, കൂറി വരുന്നത്. അപ്പം വെള്ളവും റിലീസാക്കുന്നതും എല്ലാം ആരാണ്? ഇന്ദ്രനാണ്. ഇനി 414 പോരാട്ടം വിജയിച്ച ഉടനെ ധനം നൽകുന്നു. അങ്ങനെ പോരാടിയിട്ട് പുതിയ വസ്തു ഉണ്ടാക്കുമ്പോൾ നമുക്കാണ് ധനം കിട്ടുന്നത്. ഇന്ദ്രനാണ് ധനം നേടുന്നതെങ്കിൽ ആ ധനം അവസാനം പറ്റുന്നത് നമ്മൾ തന്നെയാണ്. പുതിയൊരു ചോറുണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റിട്ട് നമ്മൾ കടയിൽ വിറ്റിട്ട് പൈസ ഉണ്ടാക്കും. അപ്പം ധനമാക്കി മാറ്റി തരുന്നത് ധനത്തിൻ്റെ അധിപനാരാണ്? ഇന്ദ്രനാണ്. ജയിക്കുന്ന ഇന്ദ്രന് ധനം ലഭിക്കുന്നു. ധനം എന്ന് പറയുന്നത് ചോറാണ്. അവിടെ അരിയുണ്ട്. ചോറ് ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൽ കിടക്കുന്ന പോരാട്ടത്തിലൂടെ ഇന്ദ്രൻ നേടുന്നത് ചോറാണ്. ആ ചോറിന് വില കൂടുതലാണ്. അരിനെക്കട്ടി വില കുറഞ്ഞ അരി വിലയുള്ള ചോറായി മാറി. അപ്പോൾ ആരാണ് ധനവാൻ? ഇന്ദ്രൻ തന്നെയാണ്. പക്ഷെ ഇന്ദ്രൻ പിന്നെ നമുക്ക് ചോറ് തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ധനവും നമുക്ക് കിട്ടുന്നു. ആ വിജയത്തിനായി അശ്വങ്ങളെ യോജിപ്പിക്കും. അശ്വം എന്ന് പറഞ്ഞാൽ വേദത്തിലെ ബലങ്ങളാണ്. ഹോഴ്സ് പവർ, കുതിരശക്തി. കുതിരേനെ എപ്പോഴും ശക്തിയായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ബലം പ്രയോഗിച്ചിട്ടാണ് ഇന്ദ്രൻ ഇതിനെയെല്ലാം ഇടിച്ച് പൊളിച്ചിട്ട് പുതിയ വസ്തുവാക്കി വെച്ചത്. നമ്മൾ കൊടുക്കുന്ന വെണ്ടയ്ക്ക് എത്ര ഹാർഡായിരിക്കും, അല്ലെങ്കിൽ മുരിങ്ങക്കായെല്ലാം അതിനെല്ലാം ഇടിച്ചും പൊളിച്ചിട്ടല്ലേ അവസാനം പടമാക്കി തീർക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ അശ്വങ്ങളെ യോജിപ്പിക്കുന്നു. ബഹുമാനിക്കാത്തവരെ അത് നിയന്ത്രിക്കും. ബഹുമാനിക്കാന്നല്ല, ചൂടാക്കുമ്പോൾ മസിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ മുരിങ്ങക്കായെല്ലാം ബഹുമാനിക്കാത്തതാണ്. അത് പറയാൻ അങ്ങനെ ഒന്നും പദം വരുത്താൻ പറ്റില്ല. അപ്പം ഇന്ദ്രൻ അവനെ പദം വരുത്തിയേ അടങ്ങുകയുള്ളൂ. ഇത് 415 ആ ഇന്ദ്രനിലൂടെ അന്നം നേടി യാജ്ഞികർ പൂർണ്ണ തൃപ്തി നേടുന്നു. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് അന്നം നേടുമ്പോൾ, പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ, അത് ഗുസ്തിയെല്ലാം പിടിച്ചിട്ട് ആ വസ്തുവിനെ സാമ്പാറും ചോറും പായസമെല്ലാം ആക്കി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തൃപ്തരാകും. ഇതെല്ലാം ആർക്കാണ് വേണ്ടത്? ഇന്ദ്രൻ അവിടെ കൊണ്ടുവന്ന് അടിപിടി കൂടുന്ന ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് യാജ്ഞികർ പൂർണ്ണ തൃപ്തി അടയുന്നു. അതിലൂടെ സന്തോഷിച്ച് വീണ്ടും വീണ്ടും സ്തുതികളെ വളർത്തുന്നു. അപ്പം ഇങ്ങനെ പല കർമ്മങ്ങൾ ഇന്ദ്രൻ ചെയ്തു തരും. അഗ്നിയുടെ എല്ലാം സഹായത്താൽ ഇന്ദ്രൻ പലതും വസ്തുക്കളെയും പുതിയ പുതിയ വസ്തുക്കളാക്കി മാറ്റുമെന്നും മനസ്സിലാക്കിയപ്പോൾ മനുഷ്യർ വീണ്ടും വീണ്ടും സ്തുതികളെ വളർത്തുന്നു. പുതിയ പുതിയ ശാസ്ത്ര സത്യങ്ങൾ മനുഷ്യർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതിലൂടെ ഇന്ദ്രൻ്റെ സഹായത്താൽ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ ഹരി എന്ന കുതിരയെ രംഗത്തിൽ വേദം ചേർക്കുന്നു. ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുക, എല്ലാത്തിനെയും ഇടിച്ച് പൊളിച്ച് പുതാക്കി മാറ്റുക. അതിനുള്ള ശക്തി കുതിരയെ ഇന്ദ്രൻ രഥത്തിൽ കെട്ടുന്നു. ഉദാഹരണമായിട്ട് നമ്മളൊരു മേശ ഉണ്ടാക്കുമ്പോൾ തന്നെ തടിയെ അറുത്ത് മുട്ടി ചെത്തി പൊടിയാക്കി എല്ലാം കളഞ്ഞിട്ടെല്ലാം അല്ലേ യോജിപ്പിച്ചിട്ട് നല്ലൊരു കസേര മേശയാക്കുന്നത്. അപ്പോൾ ആ ശക്തിയെല്ലാം കിട്ടണ്ടെങ്കിൽ ഇന്ദ്രൻ എന്ത് ചെയ്യും? കുതിരശക്തിയെ ഉപയോഗിക്കുന്നു. പിന്നെ 414 നമ്മിൽ നിന്ന് വരുന്ന നല്ല സ്തുതികളെ ഇന്ദ്രൻ വേണ്ട പോലെ സ്വീകരിക്കും. നമ്മൾ നല്ല ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ വളരെ സന്തോഷമാണ്. ഇന്ദ്ര വേഗത്തിൽ അത് സ്വീകരിക്കും. സാധാരണ പാത്രത്തിലിട്ട് ചോറ് വെക്കാൻ കൊടുത്താൽ ഇന്ദ്രന് കുറച്ച് പ്രയാസമാണ്, കുറച്ച് സമയമുണ്ട്. പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഇന്ദ്ര ഹാപ്പിയാണ്. വേഗത്തിൽ നല്ല രൂപത്തിൽ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിത്തരും. വേഗത്തിൽ മുൻപ് നൽകിയ പോലെ ഇപ്പോഴും അനുഗ്രഹം ചെയ്യുന്നു. പണ്ട് കാലത്ത് ജനങ്ങൾക്ക്, നമ്മളെ ഉപ്പന്മാർക്കെല്ലാം ഹെൽപ്പ് ചെയ്ത മാതിരി തന്നെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും നമ്മളെ സഹായിക്കുന്നു. ഹരികളെ രഥത്തിൽ വേഗം കൂട്ടുക. അതായത് പച്ചവർണ്ണത്തിലുള്ള കുതിരകളെ, അതായത്
ശക്തിയുള്ള കുതിരകളെ വേഗത്തിൽ രഥത്തിൽ കേൾക്കുക. എന്നാലും മാത്രമല്ലേ കർമ്മം വേഗം ചെയ്ത് തീർക്കും. ഇനി 417 417 പറയുന്നത്, ഞാൻ കൂപത്തിൽ അകപ്പെട്ടതിനാൽ സൂര്യകിരണങ്ങളോട് കൂടി ചേർന്ന് ചന്ദ്രകിരണങ്ങളെ പ്രാപിക്കാൻ ആകുന്നില്ല. അപ്പോൾ സൂര്യകിരണത്തോട് കൂടി ചേർന്നിട്ട് ചന്ദ്രകിരണത്തെ പ്രാപിക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ ജ്യോതിഷപ്രകാരം സൂര്യനോട് ചേർന്ന് ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് ചന്ദ്രൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകും, ചന്ദ്രൻ്റെ ശക്തി നശിച്ചു പോകും. സൂര്യനോട് കൂടി ചന്ദ്രൻ ഏത് ഗ്രഹം നിന്നാലും ആ സൂര്യൻ്റെ ബലം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ പ്രഭ. നമ്മളിപ്പോൾ നല്ലൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിന്നാമിനിങ് കയറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഭ ഒന്നുമല്ല. അല്ലെങ്കിൽ സൂര്യൻ്റെ പകൽ ഒരു മിന്നാമിനിങ്ങിനെ വിട്ട് കഴിഞ്ഞാൽ നിഷ്പ്രഭ ആയിപ്പോകും. അതുപോലെ സൂര്യൻ്റെ കൂടെ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാനാവില്ല. അതുകൊണ്ടാണ് രണ്ടിനും ബലം ഉണ്ടാകും. മനുഷ്യരെ സൂര്യനും ചന്ദ്രനുമാണ് നമ്മളെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ കൂപത്തിൽ അകപ്പെട്ടതിനാന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കൂടെ ചന്ദ്രനായിപ്പോയത് കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. ദ്വിലോകത്തിലെ ദേവതകൾ എന്നെ സ്തുതികളെ അറിഞ്ഞ് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥകളിൽ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ യജ്ഞങ്ങൾ അത്തരം സമയങ്ങളിൽ ശാസ്ത്രീയമായ രീതികളിൽ നമ്മളുടെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ രോഗങ്ങളുണ്ടാകാം, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോഴെല്ലാം നമ്മൾ ശാസ്ത്രീയമായ മരുന്നുകൾ, ഇത് സമവേദമാണല്ലോ, അങ്ങനെ നമ്മുടെ ശരീരശക്തി നശിക്കുന്ന അവസരത്തിൽ, അതായത് ചന്ദ്രൻ ദുർബലമാകുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ വിധികൾ, മരുന്നുകളെല്ലാം പ്രയോഗിച്ചിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കണം. 412 ഋഷികൾ അശ്വിനി കുമാരന്മാരുടെ ഫലം വർഷിക്കുന്നു. ഋഷികൾ അശ്വിനി കുമാരന്മാർ എന്ന് പറഞ്ഞാൽ ബലങ്ങളാണ്. ബലങ്ങൾക്ക് 2 എണ്ണം ഉണ്ട്. ഒരു ബലത്തെ 2ആയിട്ടാണ് കാണുക, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. അതുകൊണ്ടാണ് അശ്വിനി കുമാരന്മാർ, 2 കുതിരകൾ, അതാണ് അശ്വിനി കുമാരന്മാർ. 2 പേരാണ് ഒരു ബലം. അത് ഫലം വർഷിക്കുന്നു. അങ്ങനെയുള്ള ആ തേരിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അശ്വിനി കുമാരന്മാർ സഞ്ചരിക്കുന്നത് ഒരു തേര് പോലെയാണ്. 2 ബലങ്ങളുണ്ട്. 2 ബലങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മൂന്നാമത്തെ ആ റിസൾട്ടൻ ബലം. അപ്പോൾ അതൊരു തേരിൻ്റെ രൂപത്തിലാണ്. അങ്ങനെയാണത് സഞ്ചരിക്കുക. അശ്വിനി കുമാരന്മാർ തേരിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് 3 ദിശകളുണ്ട്: ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, പിന്നെ അതിൻ്റെ ഡയഗണൽ. അതിലൂടെ വഴി അവരുടെ മധുവിദ്യ മനസ്സിലാക്കുക. മധുവിദ്യ എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രതത്വം ഉപയോഗിച്ചിട്ടാണ് സയൻസിൽ നമ്മൾ പല ബലങ്ങൾ കൂടിച്ചേർന്നിട്ട് ഒരു റിസൾട്ടൻ ബലം ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഒരു ബോളിനെ പല ഭാഗത്തു നിന്ന് തള്ളുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയ വണ്ടീനെ പല ഭാഗത്ത് തള്ളുന്നു എന്ന് വെച്ചാൽ, എല്ലാ ഭാഗത്തു നിന്നിട്ട് ആൾ തള്ളിയാണ്. അത് എങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയണമെങ്കിൽ ഓരോ ബലങ്ങളെയും പ്രത്യേകമായി എടുത്തിട്ട് അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കോമ്പോണൻ്റെല്ലാം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ബസ് എങ്ങോട്ടേക്ക്, ഒരു വലിയ വസ്തുവിനെ പല ഭാഗത്തു നിന്ന് തള്ളിയാൽ അത് എങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയണമെങ്കിൽ അത് ഓരോന്നിനെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് അശ്വിനി കുമാരന്മാരെ പോലെ അനലൈസ് ചെയ്തിട്ട് നെറ്റ് എടുത്ത് കണ്ടുപിടിക്കും. ആ ദിശയിലേക്കാണ് ആ കല്ല് അല്ലെങ്കിൽ ആ വസ്തു നീങ്ങുക. അതിനാണ് മധുവിദ്യ എന്ന് പറയുന്നത്. ട്രയാങ്കുലർ ലോ എന്നെല്ലാം മറ്റേതിൽ പറയും, റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നെല്ലാം പറയും. ഇവിടെ മധുവിദ്യ എന്ന് പറയും. എന്താണ് മധുവിദ്യ? ഉദാഹരണ സഹിതം പറയുകയാണ്. പല തേനീച്ചകൾ പല സ്ഥലത്തുനിന്ന് പൂക്കളിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒരു തീയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതുപോലെ പല ഫലങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സ്ഥലത്തുനിന്ന് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക്, അപ്പോൾ ഓരോന്നും കൂടി ചേർന്നിട്ട് റിസൾട്ടൻ്റ് എടുക്കണം. അതാണ്
മധുവിദ്യ, അത് സയൻസ് ഫിസിക്സ് എല്ലാം പഠിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും.